ആകാശവാണി ദേവികുളം സ്പൈസ് FM. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. അങ്കണത്തിൽ ഇന്ന് മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പളും മുൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന സിസ്റ്റർ ബിജി ജോസഫുമായി നിഷാമോൾ പി മോഹനൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നമസ്കാരം. ഈ ഭൂമിയിൽ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. എല്ലാം തികഞ്ഞവരായി ഭൂമിയിൽ ആരും ജനിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ചിലർ വ്യത്യസ്തങ്ങളായ കഴിവുകളോടെ ജനിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. അങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കുക എന്നത് ഒരു ജീവിത ലക്ഷ്യമാക്കിയ ഒരാളാണ് ഇന്ന് അങ്കണത്തിൽ അതിഥിയായി നമ്മോടൊപ്പമുള്ളത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ അംഗവും കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പലുമായ സിസ്റ്റർ ബിജി ജോസ് ആണ് ഇന്ന് അങ്കണത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്കാരം സിസ്റ്റർ. നമസ്കാരം. അങ്കണത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. സിസ്റ്റർ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി ഒരുപാട് വർഷങ്ങളായി സേവനമനുഷ്ഠിക്കുന്നു. നമ്മുടെ ശ്രോതാക്കൾക്ക് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂളിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ? ഇടുക്കി ജില്ലയിലെ കാർമൽ ജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സന്നദ്ധ സംഘടന രജിസ്റ്റർ ചെയ്ത് 1993 ആരംഭിച്ചു. ഇതിൻ്റെ കീഴിൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ, പ്രത്യേകിച്ച് ബുദ്ധിപരമായ വെല്ലുവിളികൾ അനുഭവിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും അവർക്ക് സ്പെഷ്യൽ സ്കൂള്, പ്രത്യേക വിദ്യാഭ്യാസം, അതോടൊപ്പം തൊഴിൽ പരിശീലനം, അതോടൊപ്പം റീഹാബിലിറ്റേഷൻ, ഈ 3 കാര്യങ്ങളാണ് അവിടെ പ്രത്യേകമായിട്ട് ചെയ്തു വരുന്നത്. കൂടാതെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായതുകൊണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി കുട്ടികൾ അവിടെ എത്തുന്നുണ്ട്. 8 കുട്ടികളുമായിട്ട് ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ 181 കുട്ടികളാണ് ഉള്ളത്. ഈ സ്ഥാപനം ഇടുക്കി കാർമൽഗിരി പ്രോവിൻസിൻ്റെ കീഴിൽ നടത്തി വരുന്ന സ്ഥാപനമാണ്. CMC സിസ്റ്റേഴ്സാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. കഴിഞ്ഞ 30 വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. കുട്ടികളുടെ പ്രത്യേക പരിശീലനത്തിലൂടെ ഭിന്നശേഷിയുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞതിലുള്ള ചാരിതാർത്ഥ്യം എല്ലാ അധ്യാപക അനധ്യാപകർക്കും ഉണ്ട്. അതിനുവേണ്ടി വിവിധങ്ങളായ പരിശീലനങ്ങൾ അവിടെ നൽകി വരുന്നുണ്ട്. അതോടൊപ്പം 2 വർഷമായിട്ട് സംസ്ഥാന തലത്തിലുള്ള ഒരു സ്പോർട്സ് അക്കാഡമി കൂടി കാർമൽ ജ്യോതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജില്ലയുടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ, കായികപരമായിട്ട് കഴിവുകളുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് ചിട്ടയായ പരിശീലനം നൽകി ദേശീയ അന്തർദേശീയ തലം വരെ എത്തിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കുട്ടികൾ ഡൽഹി പോയി, ഹരിയാനയ്ക്ക് പോയി തിരിച്ചെത്തി. ഇനി ഗോവയ്ക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നാഷണൽ ചാമ്പ്യൻഷിപ്പ് പല പ്രോഗ്രാമുകളിൽ, സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ പ്രോഗ്രാമുകളിൽ കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് നേട്ടങ്ങളെ പറ്റിയാണ് സിസ്റ്റർ പറയുന്നത്. എന്താണ് കാർമൽ ജ്യോതിയുടെ ഒരു അക്കാഡമിക് സൈഡ്? എങ്ങനെയുള്ള സിലബസാണ് നമ്മൾ പിന്തുടരുന്നത്? പ്രത്യേക പാഠ്യ പദ്ധതികളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഇവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ പാഠ്യപദ്ധതിയുണ്ട്. സംസ്ഥാന സർക്കാർ SCRTയുടെ കീഴിൽ ഉണ്ടാക്കിയിരിക്കുന്ന സിലബസാണ് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ നടത്തി വരുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ നമ്മുടെ സ്ഥാപനം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ RPWD ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഉണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ നടത്താനുള്ള രജിസ്ട്രേഷൻ നമുക്കുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷനുണ്ട്. ഓർഫനേജ് കൺട്രോൾ ബോർഡ് അംഗീകാരം നമുക്കുള്ളതാണ്. അതോടൊപ്പം നാഷണൽ ട്രസ്റ്റ് ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷനുമുണ്ട്. ഇതെല്ലാം കാർമൽ ജ്യോതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടത്തി വരുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, 8 കുട്ടികളെ ഒരു ക്ലാസ്സിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഡിപ്ലോമ, സ്പെഷ്യൽ BEd കഴിഞ്ഞ അധ്യാപകർ ഒരു ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുന്നു. അവരുടെ ഏജും IQ അനുസരിച്ചുള്ള ഡിവിഷൻസാണ്. അതായത് വ്യത്യസ്ത ഏജിലുള്ള കുട്ടികളെ വ്യത്യസ്ത രീതിയിൽ ട്രെയിൻ ചെയ്യിക്കുന്നു. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷനാണ് സ്പെഷ്യൽ സ്കൂളിൽ വേണ്ടത്. ഇപ്പോൾ 8 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ആ 8 കുട്ടികളെയും ഒരുപോലെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ആ 8 പേർക്കും 8 തരത്തിലുള്ള IQ ലെവലായിരിക്കും. അപ്പോൾ ആ IQ അനുസരിച്ച് നോർമൽ സ്കൂളിലെ പോലെ തന്നെ ടീച്ചേഴ്സ് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. അവരുടെ എന്തെല്ലാം കഴിവുകളാണുള്ളതെന്ന് ആദ്യം നമ്മൾ കണ്ടെത്തുന്നു.
അത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇനി എന്താണ് അവരെ 8 വിഷയങ്ങളാണ് പ്രത്യേകിച്ച് SCERTയുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ആ 8 വിഷയങ്ങളിൽ അനുസരിച്ച് പരിശീലനം കൊടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഈ കുട്ടികൾക്ക് മ്യൂസിക് ടീച്ചറുണ്ട്, യോഗ ടീച്ചറുണ്ട്, പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഡാൻസ്, പാട്ട്, ഇതിനെല്ലാം പരിശീലനം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ കൂടിയുണ്ട്. അവർക്ക് നേരത്തെ തന്നെ ഇവരുടെ വൈകല്യങ്ങൾ, എന്ത് പോരായ്മകളാണ്, കുറവുകളാണ് ഇവർക്കുള്ളതെന്ന് കണ്ടെത്തി അതിന് തെറാപ്പിയൊക്കെ കൊടുത്താൽ ആ കുട്ടികളെ ഒരു പരിധിവരെ നമുക്ക് ചെറുപ്പത്തിലെ ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ ഫലം നല്ല രീതിയിൽ പ്രകടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊരു നോർമലായ കുട്ടികളെ പോലെ ആകാൻ സാധിക്കുമോ? നോർമൽ IQയിലേക്ക് എത്താൻ സാധിക്കുമോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി IQ ആവറേജ് IQവിന് താഴെയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു നോർമൽ കുട്ടിയാവില്ല. പക്ഷേ അവർക്കുള്ള കഴിവുകൾ നമ്മൾ പരിശീലനത്തിലൂടെ അത് വളർത്തിയെടുക്കാൻ പറ്റും. ഒരു നോർമൽ ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ വരെ എത്തിക്കാം. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായിട്ട് ഇവർ അല്പം പിന്നോക്കമുണ്ട്. ഒരാൾ സപ്പോർട്ട് വേണം എപ്പോഴും ഇവരെ ഗൈഡ് ചെയ്യാനും അവരോടൊപ്പം നിൽക്കാനും. അതാണ് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത. അതേസമയം ഡഫ് ആൻഡ് ഡംപ്, ഫിസിക്കലി ചലഞ്ചഡ്, വിഷ്വലി ഇമ്പേർഡ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ബുദ്ധിക്ക് കുഴപ്പമില്ല. അവർക്ക് ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവർക്ക് അത്രയും ഇല്ല, എങ്കിലും ഇവരെ സമൂഹത്തിൻ്റെ ഒരു പരിധി വരെ മുഖ്യധാരയിലോട്ട് എത്തിക്കാൻ നമുക്ക് സാധിക്കും. എപ്പോഴും അവർക്കൊരു സപ്പോർട്ട് വേണമെന്ന് സിസ്റ്റർ പറഞ്ഞപ്പോഴാണ് 25-30 വയസ്സുള്ള ആളുകളെ, ഒരു 1-2 വയസ്സുള്ള കുട്ടികളെ നോക്കും പോലെ അത്രയും ശ്രദ്ധയോടെ കൂടെ ഇരുന്ന് അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മാതാപിതാക്കളെ പറ്റി ഓർക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് എത്ര സ്പെഷ്യൽ പരിഗണന ലഭിക്കുന്നുണ്ടോ അതിനേക്കാൾ പരിഗണനയും ശ്രദ്ധയും അംഗീകാരവും അവരുടെ മാതാപിതാക്കളും അർഹിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടും എന്ന് പറഞ്ഞാൽ, അവർക്ക് ഒരു കുട്ടിയുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒന്ന് പുറത്തേക്ക് ഫ്രീ ആയിട്ടൊന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഈ കുട്ടി എന്ത് ചെയ്യും? അങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരുപാട് കണ്ണീരോടുകൂടി പറയുന്ന മാതാപിതാക്കളെ ഞാൻ കഴിഞ്ഞ 28 വർഷമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇവരെയൊക്കെ സ്പെഷ്യൽ സ്കൂളിൽ വിടുമ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസമാണ്. അപ്പോൾ എല്ലാ ദിവസവും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ നോക്കുന്ന, വളരെ കാര്യമായിട്ട് നോക്കുന്ന ധാരാളം പേരൻസ് ഉണ്ട്. അതോടൊപ്പം ഇങ്ങനെയുള്ള കുട്ടികളാണെന്ന് കാണുന്നത് ഉപേക്ഷിച്ച് പോകുന്ന പേരൻസും ഉണ്ട്. അപ്പം നമ്മുടെ സ്ഥാപനത്തിലാണെങ്കിൽ ഒരു 25 കുട്ടികളോളം മാതാപിതാക്കളില്ലാത്തവരുണ്ട്, ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയവരുണ്ട്, മാതാപിതാക്കൾ മാനസികമായിട്ട് വൈകല്യങ്ങളുള്ളവരുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരു അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ബുദ്ധിപരമായിട്ട് ഇവർ പിന്നോക്കമാണെങ്കിൽ പോലും ഒരു അച്ഛനമ്മ, എൻ്റെ അച്ഛനെ അന്വേഷിച്ച് പോകണ്ടേ, എൻ്റെ അമ്മയെ കാണണ്ടേ, എവിടെയാണ്? അവിടെ താമസിക്കുന്ന കുട്ടികളുണ്ട്, 122 കുട്ടികൾ നമ്മുടെ ഹോമിൽ താമസിക്കുന്നവരാണ്. അപ്പോൾ അവരെല്ലാവരും, എല്ലാ കുട്ടികൾക്കും ഞായറാഴ്ച ദിവസം അവരുടെ പേരൻസിനും ബന്ധുക്കളെ എല്ലാം ഫോൺ വിളിച്ച് സംസാരിക്കാൻ അവസരം നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ കുട്ടികൾ ആരെ വിളിക്കും? വിളിക്കാൻ ആളില്ലാത്തവരെ ഞങ്ങൾ സ്റ്റാഫ് തന്നെ അച്ഛനും അമ്മയും ആയിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് കൊടുക്കും. അതാണ് അവർ. അപ്പോൾ ആ അമ്മയുടെ സ്വരം കേൾക്കാൻ പലർക്കും അറിയില്ല, ഇത് അമ്മ തന്നെയാണോ, ഒറിജിനൽ അമ്മയാണോ, ആരാണ്, സ്വന്തം അമ്മയാണെന്നുള്ള രീതിയിലാണ് കുട്ടികൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയും ഒരു വിഭാഗമുണ്ടെന്നുള്ളത് നമ്മൾ മറക്കരുതൊരിക്കലും. സമൂഹം എന്ന് പറയുന്നതിനപ്പുറം ജന്മം നൽകിയവർ പോലും ഉപേക്ഷിക്കുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. എന്തായാലും അവർക്ക് അക്കാഡമിക് പഠനത്തിനപ്പുറം ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട് എന്ന് സിസ്റ്റർ പറഞ്ഞു. മ്യൂസിക് ടീച്ചറുണ്ട്, പിന്നെ സ്പോർട്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് ആയിരിക്കുമല്ലോ വിവിധ കലാകായിക മത്സരങ്ങളിൽ കുട്ടികൾ നേടുന്ന ഒരുപാട് പുരസ്കാരങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് പരിശീലനം കൊടുത്താൽ അതും കൃത്യമായ പരിശീലനം കൊടുക്കണം. ഒരു 2 ദിവസം ഒരു പ്രാക്ടീസ് കൊടുത്തു, പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ 2 ദിവസമാണ്, അതിന് ഫലമില്ല. എല്ലാ ദിവസവും കൃത്യമായിട്ടുള്ള പരിശീലനം കൊടുത്താൽ ഈ കുട്ടികൾക്ക് ഒരുപാട് മാറ്റമുണ്ട്. ഞങ്ങൾ പ്രത്യേകിച്ച് ഈ സ്പോർട്സിനൊക്കെ കൂടുതൽ പരിശീലനം കൊടുക്കാൻ കാരണം ഇവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സ്പോർട്സ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ, കായികമായ ജോലികളിൽ കൊടുക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള സന്തോഷം കിട്ടുന്നു, ഇവർക്ക് ശാരീരിക ആരോഗ്യം വർദ്ധിക്കുന്നു, ബിഹേവിയർ പ്രോബ്ലംസ് ഒരുപാട് കുറയുന്നുണ്ട്. ഇപ്പം നമ്മളൊക്കെ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷേ ഈ കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്തത്തോളം കാലം ഇവർക്ക് കായികപരമായിട്ടുള്ള അധ്വാനം കൂടുതൽ വേണം. ഇവരുടെ എനർജി റിലീസ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ശരീരത്തിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ എനർജി ഒന്ന് ചാനലൈസ് ചെയ്യണം. തീർച്ചയായിട്ടും.
എന്നാൽ ഇവരെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇവരുടെ സ്വഭാവത്തിൻ്റെ എല്ലാ വൈകല്യങ്ങൾ, സ്വഭാവ പ്രത്യേകതകൾ പലതും മാറി നല്ല ഒരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷം അവർക്ക് ജീവിതത്തിൽ കൊടുക്കാൻ പറ്റും. എന്തൊക്കെ നേട്ടങ്ങളാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം, കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ കലാകായിക മേഖലകളിൽ നേടാനായിട്ട് സാധിച്ചത്? കഴിഞ്ഞ വർഷം സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ ജൂനിയർ ഗ്രൂപ്പിൽ എ ഗ്രേഡ് സെക്കൻഡ് ഗ്രൂപ്പ് സോങ്ങിനും ഗ്രൂപ്പ് ഡാൻസിനും ലഭിച്ചു. അതുപോലെ സിംഗിൾ ഡാൻസും കിട്ടി 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. അപ്പോൾ ഇടുക്കി ജില്ലയ്ക്ക് കൂടുതൽ പോയിൻ്റ് നമ്മുടെ സ്ഥാപനത്തിലാണ് കിട്ടിയത്, കേരളത്തിൽ തന്നെ ജൂനിയർ വിഭാഗത്തിലുള്ള കുട്ടികളുടെ. അതുപോലെ തന്നെ സീനിയർ വിഭാഗത്തിലും ഗ്രൂപ്പ് സോങ്, പാട്ടിനുള്ള പരിശീലനം ഒരു മ്യൂസിക് ടീച്ചർ കൃത്യമായിട്ട് വന്ന് കുട്ടികളെ പരിശീലിപ്പിച്ചപ്പോൾ സംസ്ഥാന തലം വരെ എത്താൻ സാധിച്ചു. അതുപോലെ ഡാൻസ് ആണെങ്കിലും അതിന് ഡാൻസ് പഠിപ്പിക്കുന്ന മാഷുണ്ട്, സാറ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു, കുട്ടികൾ അതിൽ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. പഠിക്കാൻ പിന്നോക്കമാണെങ്കിലും കലാകായികപരമായ കഴിവുകളുള്ള കുട്ടികളെ നമ്മൾ മാക്സിമം പരിശീലിപ്പിച്ച് അവരെ എത്ര വരെ എത്തിക്കാൻ പറ്റുമോ അത്രയും അവസരങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു പക്ഷേ കേരളത്തിൽ ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ട് കാർമൽ ജ്യോതിയിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ എത്തുന്നു എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞതുപോലെ അവരെ വൈകല്യങ്ങളുള്ളവരായിട്ടല്ല, മറിച്ച് ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ളവരായി കണ്ട് ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടായിരിക്കും അല്ലേ? ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ എത്തുന്നില്ലേ? 14 ജില്ലകളിൽ നിന്നും കുട്ടികളുണ്ട്. അപ്പോൾ ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഈ പത്തനംതിട്ട, കോട്ടയം ഒക്കെ ജില്ലകളിൽ നിന്ന് ഇത്രയും അകലേക്ക് എന്തിനാണ് അടിമാലിക്ക് വിടുന്നതെന്ന് ചോദിച്ചപ്പോൾ കാർമൽ ജ്യോതിയെക്കുറിച്ച് നല്ല ഒരു റിസൾട്ടാണ്, അവിടെ നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പിന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, എല്ലാ ബിൽഡിംഗ് സൗകര്യങ്ങളും, സ്പോർട്സിനുള്ള ഗ്രൗണ്ട് ഫെസിലിറ്റീസ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക്, താമസിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ കാർമൽ ജ്യോതിയിലുള്ളത് കൊണ്ടാണ്. പിന്നെ നല്ല ട്രെയിനിങ്ങും കൊടുക്കുന്നു എന്നാണ് മറ്റ് ആളുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. തിരുവനന്തപുരത്തു നിന്ന് പോലും കുട്ടികളെ ഇങ്ങോട്ട് വിടുന്നുണ്ട്. കാർമൽ ജ്യോതി സ്കൂളിൻ്റെ കൃഷിയിടങ്ങൾ വളരെ പ്രശസ്തമാണ് ഇടുക്കിയിൽ. അപ്പോൾ ആ കൃഷി രീതികളെ പറ്റിയും എങ്ങനെയാണ് ഇതിനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടുന്നത്? കാരണം വളരെ ശാസ്ത്രീയമായ കൃഷിയാണ്, അതുകൊണ്ടാണല്ലോ അത്രയധികം ഈൽഡ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ജൈവ പച്ചക്കറി കൃഷിയാണ് അവിടെ ചെയ്യുന്നത്. ഞങ്ങളൊരു 3.5 ഏക്കർ സ്ഥലം നമ്മുടെ സ്ഥാപനത്തിനോട് ചേർന്ന് പാട്ടത്തിനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുതിർന്ന കുട്ടികൾ, 18 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ കൃഷിക്ക് പരിശീലനം കൊടുക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെ ഒരുപാട് ഈ ബുക്ക് ബൈൻഡിങ്, കവർ മേക്കിങ്, മെഴുകുതിരി നിർമ്മാണം, ഇങ്ങനെ പല വൊക്കേഷണൽ ട്രെയിനിങ് നടത്തി. പക്ഷെ അതിലൊക്കെ എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുന്നത് കൃഷി, മൃഗസംരക്ഷണം. അപ്പോൾ മൃഗസംരക്ഷണത്തിന് മാട്ടുപ്പെട്ടി ഇൻഡോസിസിൽ കുട്ടികളെ കൊണ്ടുപോയി ഒരു പരിശീലനം അധ്യാപകരും ഒരാഴ്ചത്തെ പരിശീലനം കൊടുത്തു. അതുപോലെ മണ്ണൂത്തിയിൽ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ അവിടെ കോളേജിൽ പോയി 5 ദിവസം പന്നി വളർത്തലിനെ കുറിച്ചുള്ള പരിശീലനം കൊടുത്തു. അധ്യാപകരും കുട്ടികളും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ പരിശീലനം കൊടുക്കുമ്പോൾ അവർക്ക് അതിനോട് കൂടുതൽ ആഭിമുഖ്യവും അതിനെ നോക്കുന്നതും എല്ലാം കുട്ടികൾ തന്നെയാണ് പരിചരിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ കുട്ടികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഞങ്ങളവിടെ ചെയ്യുന്നത് ഇപ്പം നിലവിൽ 25 കുട്ടികളെ, മുതിർന്ന കുട്ടികൾക്ക് പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിനിമം ഒരു 30,000 മുതൽ 2 ലക്ഷം രൂപ വരെ കുട്ടികൾക്ക് ബാങ്കിലുണ്ട്. അവരുടെ എല്ലാം പേരിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങി, സ്വന്തം അക്കൗണ്ട് അവർക്ക് അവിടെ തൊഴിലുറപ്പിന് പോകുന്നു. മറ്റ് ആളുകളോടൊപ്പം വൊക്കേഷണൽ ട്രെയിനിങ് കഴിഞ്ഞ ടീച്ചേഴ്സ് ഇവരോടൊപ്പം മറ്റാളുകളുടെ കൂടെ പോയി അറ്റൻഡൻസ്, ഫോട്ടോ എടുക്കുന്നു. പിന്നെ അവർ പണിയുന്ന സ്ഥലത്ത് ടീച്ചേഴ്സ് ഇവരുടെ കൂടെ നിന്ന് പറഞ്ഞു കൊടുത്ത് ചെയ്യുന്നു. 333 രൂപ ഓരോരുത്തർക്കും ആ ഒരു ദിവസത്തെ പണിക്കൂലി. ഒരാഴ്ചത്തെ പണി കഴിയുമ്പോൾ അല്ലെങ്കിൽ 12 ദിവസത്തെ ഒരു മസ്റ്ററോൾ പണി കഴിയുമ്പോൾ ആ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ പൈസ ഉപയോഗിച്ച് കുട്ടികൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നു, അവരുടെ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഒരു റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇവരെ ശരിക്കും വീട്ടുകാർ കൂട്ടിക്കൊണ്ട് പോകാത്ത അങ്ങനെ സാഹചര്യങ്ങളിലുള്ള ആളുകളാണോ? വീട്ടുകാർ കൂട്ടിക്കൊണ്ട് പോകാത്ത ആളുകളുണ്ട്, പേരൻസ് ഇല്ലാത്തവരുണ്ട്, വീട്ടുകാരുള്ളവരുമുണ്ട്. വീട്ടുകാരുള്ളവർ അവധിക്കാലങ്ങളിലൊക്കെ അവരെ വീട്ടിൽ കൊണ്ടുപോകും. എന്നാലും കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം ഇവിടെ തന്നെ നിൽക്കാനാണ്. കാരണം അവർക്ക് അവരുടെ സ്വന്തം വീട് പോലെയാണ് അവർ കഴിയുന്നത്. എല്ലാം നല്ല സ്വാതന്ത്ര്യം, ജോലി ചെയ്യുന്നു, പൈസ കിട്ടുന്നു, അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നു, വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പം കുട്ടികൾക്ക് പിന്നെ നല്ല ഭക്ഷണം കിട്ടുന്നു, നല്ല സുരക്ഷിതമായ താമസ സ്ഥലം, കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലം. അതാണ് അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്. ഭൂരിഭാഗം കുട്ടികൾക്കും കളിസ്ഥലമാണ് അവരുടെ മനസ്സിൽ ഏറ്റവും. എത്ര ജോലി തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്നാലും 4 മണി കഴിഞ്ഞാൽ അപ്പം ചോദിക്കുന്ന ഫുട്ബോൾ എടുത്തോട്ടെ, കളിച്ചോട്ടെ. അപ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റാണ് പിള്ളേർക്ക് ഈ കളി. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് കുട്ടികൾക്ക് കൂടുതൽ താല്പര്യം.
സ്പെഷ്യൽ ഒളിമ്പിക്സിൽ കുട്ടികൾ പങ്കെടുത്തു എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി, അതിൻ്റെ പിന്നിലെ ഒരു അധ്വാനത്തെപ്പറ്റി. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇൻ്റർനാഷണൽ വരെ എത്തിക്കണമെങ്കിൽ ആ കുട്ടികൾക്ക് അത്രയും പരിശീലനം കൊടുത്താലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. ഈ വർഷം ടെന്നീസിനൊരു കുട്ടി ജർമ്മനിയിൽ വെച്ച് നടത്തിയ ഇൻ്റർനാഷണൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. 2 മാസം മുൻപ് തിരിച്ചെത്തി 4ാം സ്ഥാനമാണ് കിട്ടിയത്. അതിനു മുമ്പ് അബുദാബിയിലൊരു കുട്ടി അത്ലറ്റിക്സിന് പങ്കെടുത്തു. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നാഷണൽ ലെവലിൽ ഒരുപാട് പ്രോഗ്രാമിൽ ഫുട്ബോൾ, വോളിബോൾ, ബാസ്ക്കറ്റ് ബോൾ, ഇങ്ങനെ ഫ്ലോർ ബോളിനിപ്പം നാഷണൽ സെലക്ഷൻ കിട്ടിയിരിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊക്കെ നമ്മൾ അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്റ്റാഫ് അവിടെ താമസിക്കുന്നു. രാവിലെ 6:30 കുട്ടികളെ എഴുന്നേൽപ്പിച്ച് 7 മണി മുതൽ 8-8:15 വരെ രാവിലെ നന്നായിട്ട് പ്രാക്ടീസ് കൊടുക്കുന്നു. കുറേ വാമപ്പ് എക്സർസൈസുകൾ, അതോടൊപ്പം കുറേ വർക്കൗട്ട് കൊടുക്കും. പിന്നെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്ക് ശേഷം ഗെയിംസിന് പ്രാക്ടീസ് കൊടുക്കുന്നു. അപ്പോൾ ഒരു ഗെയിം കളിക്കുമ്പോൾ വെറുതെ അങ്ങ് ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുകയല്ല ചെയ്യുന്നത്. സ്പെഷ്യൽ ഒളിമ്പിക്സിൽ അതിൻ്റെ സ്കിൽ ടെസ്റ്റുകളാണ് ഏറ്റവും പ്രധാനം. ഈ സ്പെഷ്യൽ ഒളിമ്പിക്സിന് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുമ്പോൾ ഒരു ഗെയിം പഠിപ്പിക്കുകയാണെങ്കിൽ ആ ഗെയിമിൻ്റെ സ്കിൽ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ഒരു 3-4 സ്കിൽ ടെസ്റ്റുകളാണ്. ഈ സ്കിൽ ടെസ്റ്റ് ആദ്യം പഠിപ്പിക്കുക, എന്നിട്ടാണ് ഗെയിമിലോട്ട് പോകുന്നത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു ട്രെയിനിങ് കൊടുത്താൽ പിള്ളേർക്ക് അത്രയും നിശ്ചയം ഉണ്ടാവില്ല. ചിട്ടയായ പരിശീലനം ഇതിൻ്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. ആ പരിശീലനത്തിലൂടെ ഇവർക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. ഒരു നേട്ടവും ഒരിക്കലും ഒരു ശൂന്യതയിൽ നിന്നുണ്ടാവില്ല. അതിൻ്റെ എല്ലാം പിന്നിൽ കഠിനാധ്വാനവും ചിട്ടയായ പ്രയത്നവും ഒക്കെ ഉണ്ടാകും, അല്ലേ? ഇനി ഒരുപാട് അച്ഛനമ്മമാർ ഉപേക്ഷിച്ച കുട്ടികൾ കാർമൽ ജ്യോതി എന്ന സ്നേഹ സദനത്തിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു ജീവിതചര്യകൾ എങ്ങനെയാണ് കാർമൽ ജ്യോതിയിൽ? ചെറുപ്പത്തിൽ മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികളുണ്ട്. ചില കുട്ടികളുടെ പേരൻസ് മാനസിക വൈകല്യങ്ങളുള്ളവരുണ്ട്, മാനസിക രോഗമുള്ളവരുണ്ട്. അവർ മറ്റ് സ്ഥാപനങ്ങളിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അറിയാം അച്ഛനില്ല, അമ്മയില്ല, അമ്മയുണ്ടെങ്കിലും രോഗിയാണ്, വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല. അവർക്ക് അതിൻ്റേതായ ഒരു മാനസിക ബുദ്ധിമുട്ട് അവർക്കുണ്ട്. പക്ഷേ വേറെ മാർഗമില്ലാത്തത് കൊണ്ട് അവർ ഇവിടെ അങ്ങ് അഡ്ജസ്റ്റഡ് ആവുന്നു. പക്ഷേ ഇവിടെയുള്ള അധ്യാപകർ അവരെ പ്രത്യേക ഒരു പരിഗണനയും സ്നേഹവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ നമ്മളെ തന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്. ഇന്നലെ ഒരു കുട്ടി എന്നോട് പറയും, അമ്മേ ഞാൻ ക്ലാസ്സിൽ പോവാം. അപ്പോൾ ബെല്ലടിച്ച് ക്ലാസ്സിൽ പോകാമല്ലേ? അല്ല, എൻ്റെ അമ്മയോട് പറഞ്ഞേച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ്. ആ കുട്ടിക്ക് അമ്മയെ ഉപേക്ഷിച്ച് പോയതാ. അത്രയും ആ ഒരു സ്നേഹമുണ്ട് കുട്ടികൾക്ക്. ഇതൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യണമെങ്കിൽ അവിടുത്തെ അധ്യാപകരും അനധ്യാപകരും ഈ കുട്ടികളോട് വളരെ ഒരു അച്ഛനമ്മ എന്നുള്ള ഒരു കരുതലും സ്നേഹവും കൊടുത്തുകൊണ്ട് തന്നെയാണ്. അതെ. ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ മുൻ അംഗമാണ്. അതേപോലെ തന്നെ ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഒട്ടനേക കാലം പ്രവർത്തിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടുത്തെ ഒരു അനുഭവങ്ങൾ അതെങ്ങനെയായിരുന്നു? ഞാൻ ഒരു 4 വർഷം 2013 മുതൽ 2017 വരെ ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഒരു മെമ്പറായിട്ട് ജോലി ചെയ്ത ആളാണ്. അതിനുശേഷം 2017 മുതൽ 20 വരെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിലെ മെമ്പറായിരുന്നു. അന്ന് മുതലാണ് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ ഇത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട്, കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായത്. കഴിഞ്ഞ ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇത്രയും ഉണ്ട് എന്ന് മനസ്സിലായത് നേരിട്ട് കണ്ടത് ഇങ്ങനെയാണ്. സ്വന്തം അച്ഛനമ്മമാർ അച്ഛൻ ഉപദ്രവിക്കുന്നത്, പോക്സോ ആക്ടിൻ്റെ കീഴിൽ വരുന്ന പ്രശ്നങ്ങളുള്ളത്, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ കീഴിൽ വരുന്ന പ്രശ്നങ്ങളുള്ള കുട്ടികൾ, മാനസികമായിട്ട് ഒരു കൗമാരപ്രായത്തിൽ ചെറുപ്പത്തിൽ ഈ കുട്ടികൾക്ക് അച്ഛനമ്മമാരുടെ സ്നേഹവും കരുതലും സംരക്ഷണയൊക്കെ കൃത്യമായിട്ട് കിട്ടാതെ വരുന്ന കുട്ടികൾ ഒരു കൗമാരപ്രായത്തിലോട്ട് എത്തുമ്പോഴേക്കും അവർ വേറെ രീതിയിലോട്ട് പോകുന്നു, അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് പോകുന്നു, അച്ഛനും അമ്മയും ഒന്നും അല്ല എന്നുള്ള രീതിയിലോട്ട് ഏതെങ്കിലും ഒരു കാമുകനെ കാണുമ്പോൾ അവരുടെ ഒരിത്തിരി സ്നേഹം കിട്ടുമ്പോൾ ഇതാണ് ഏറ്റവും വലുത് എന്ന് ജീവിതത്തിൽ കണ്ടെത്തിക്കൊണ്ട് പോകുന്ന കുട്ടികൾ. ഒരുപാട് പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേരൻസിൻ്റെ കണ്ണീര് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കും, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ ഈ മക്കളെ വളർത്താൻ വേണ്ടി അധ്വാനിച്ച് പൈസ എങ്ങനെ ഉണ്ടാക്കുക എന്ന ഒരു തിരക്കും ആവേശവും എല്ലാവർക്കും. അതല്ല നമുക്ക് വേണ്ടത്. ഈ മക്കൾക്ക് കൊടുക്കേണ്ട സമയം മക്കൾക്ക് വേണ്ടി ചിലവഴിക്കണം. അവർക്ക് ഭക്ഷണവും പാർപ്പിടവും ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. അവരുടെ കൂടെ കുറച്ച് സമയം ഇരിക്കാൻ, അവർക്ക് കൊടുക്കേണ്ട കരുതൽ, അവർക്ക് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം ആയിരിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർ, സ്കൂളിൽ അധ്യാപകരും മാതാപിതാക്കളും തമ്മിലൊരു നല്ല ബന്ധമുണ്ടെങ്കിൽ എൻ്റെ ആ കുട്ടിയെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന് ഒരു പ്രത്യേക താല്പര്യം കാണും.
അന്വേഷിക്കുന്ന പേരൻസിൻ്റെ, ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം ഒക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു കുട്ടിയും മോശമായിട്ട് പോകില്ല, ഒരു അപകടത്തിലോട്ടും പോകില്ല. പേരൻസ് കൊടുക്കേണ്ട കരുതലും സ്നേഹവും സംരക്ഷണവും കൃത്യമായിട്ട് തന്നെ കൊടുക്കണം. കുട്ടികൾ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പം ആ കുട്ടികളോട് ചോദിക്കണം, ഇന്ന് എന്താ സ്കൂളിൽ സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ഒരു നല്ല ഒരു ബന്ധം. ഇത് കുട്ടി ഒരു റൂമിലാണെങ്കിൽ അച്ഛനമ്മയും വേറെ റൂമിലായിരിക്കും. അച്ഛൻ പോകുന്നുണ്ടെങ്കിൽ അമ്മയോട് ചിലപ്പോൾ ഫോൺ വിളിച്ച് പറയുന്ന സാഹചര്യമൊക്കെ ആയിരിക്കും. ഈ ഫോണും ഒക്കെ വന്നപ്പോഴത്തേനും ബന്ധങ്ങൾ കുറഞ്ഞു. എല്ലാവർക്കും അവരുടേതായ വ്യത്യസ്തങ്ങളായ ഓൺലൈൻ ലോകങ്ങൾ ഉണ്ടാകുകയാണ്. ഓൺലൈൻ ലോകം ആയി കഴിയുമ്പോൾ കുട്ടികളും വേറെ ലോകത്തേക്ക് പോയിരിക്കും. അങ്ങനെയൊക്കെ കുടുംബങ്ങളുടെ ഒരു അപകടാവസ്ഥ ഒരുപാട് കാണുന്നുണ്ട്. ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് 28 വർഷക്കാലമായൊരു സ്നേഹത്തണലാണ് സിസ്റ്റർ ഒരുക്കുന്നത്. ഇപ്പോൾ എന്താണ് ഈ സമൂഹത്തിനോട് കൊടുക്കാനുള്ള ഒരു സന്ദേശം? ഭിന്നശേഷിയുള്ള കുട്ടികൾ അവർ ഭിന്നശേഷിക്കാരാണെന്ന് നമ്മൾ കാണരുത്. നമുക്ക് ദൈവം ഒരുപാട് കഴിവും ആരോഗ്യവും സമയവും എല്ലാം തന്നിട്ടുണ്ട്. ആ ഭിന്നശേഷി എന്നുള്ളതങ്ങ് മാറ്റിയിട്ട് നമ്മുടെ മക്കൾ, അവർക്ക് അല്പം കുറവുകളുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരോട് സഹതാപവും ഒന്നുമല്ല വേണ്ടത്. അവരെ മാറ്റി നിർത്തരുത് ഒരു കാര്യത്തിലും. അവരോട് എപ്പോഴും പോസിറ്റീവായിട്ട് നമ്മൾ കാണുക. അവരെ എത്രയൊക്കെ കുറവുകളുണ്ടെങ്കിലും അവരെ നമ്മൾ ഉൾക്കൊള്ളുക, അംഗീകരിക്കുക. സമൂഹത്തിൽ മാറ്റി നിർത്താതെ നമ്മോട് ചേർത്ത് നിർത്തുക. അവരോടൊപ്പം നമ്മളായിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും സഹതാപമോ വെറുപ്പോ ഒന്നുമല്ല, മറിച്ച് സ്നേഹവും പിന്തുണയും വാത്സല്യവും കരുതലും നൽകി നമുക്ക് നമ്മുടെ സഹോദരങ്ങളായി അവരെ ചേർത്ത് പിടിക്കാം. തോളോട് ചേർത്ത് പിടിച്ച് ഈ ലോകം അവരുടേത് കൂടിയാണ് എന്ന് നമുക്ക് പറയാം. ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. മച്ചിപ്ലാവ് കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പളും മുൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗവുമായിരുന്ന സിസ്റ്റർ ബിജി ജോസഫുമായി നിഷാമോൾ പി മോഹനൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് അങ്കണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.